ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞതും മറക്കരുതാത്തതുമായ കഠിന വസ്തുതകളുടെ ഓർമ്മപ്പെടുത്തൽ മുനമ്പത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായി ആശ്വസിക്കാൻ വകയായിട്ടില്ല. സംസ്ഥാന സർക്കാർ തങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതും തങ്ങൾക്ക് വേണ്ടി UDF നേതാക്കളും നിലകൊണ്ടില്ല എന്നതും മറക്കാൻ മുനമ്പത്തെ ജനങ്ങൾക്ക് കാലമായിട്ടില്ല. അതിന് തക്ക വിധം അവരുടെ നില ഭദ്രമായിട്ടില്ല. കുറെ കൂടി രൂക്ഷമായി പറഞ്ഞാൽ മുഖത്തടിച്ചിട്ട് കയ്യിൽ തടവുന്ന സർക്കാരിന്റെ തന്ത്രമാണ് ഇപ്പോഴുള്ളത്. സർക്കാരിന്റെ പ്രിയരെ തന്നെ തങ്ങളുടെയും പ്രിയരായി കാണുന്ന UDF നേതാക്കളുടെ കൗശലവും സർക്കാരിന്റെ സമാശ്വാസക തന്ത്രം മനസ്സിലായില്ലെന്ന മട്ടിൽ തങ്ങളുടെ ഏതോ പക്ഷത്തെ സഹായിക്കാൻ എന്നോണം ആഹ്ലാദം സംഘടിപ്പിക്കുകയോ നടിക്കുകയോ ആണോ സമരസംഘം ഇപ്പോൾ ചെയ്യുന്നത്? ഇങ്ങനെയൊരു കാര്യം മുനമ്പത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. വില കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് മേലുള്ള മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവനായി തടഞ്ഞ സർക്കാർ അതിൽ കരമടവ് മാത്രം കോടതി മുഖേന സാധ്യമാക്കാനാണ് തന്ത്രപൂർവ്വം നീങ്ങിയത്. കരമടവ് ഭാഗികമായ ആശ്വാസം തന്നെ, പക്ഷെ സർക്കാർ നിഷേധിച്ചതും ജനങ്ങൾക്ക് വേണ്ടതും പോക്കുവരവ്, വസ്തുതാ കൈമാറ്റം, ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കടക്കമുള്ള പൂർണ്ണമായ തെളിഞ്ഞ അവകാശമാണ്. വഖഫ് ബോർഡിനെ തൃപ്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ അന്യായമായി നിഷേധിച്ചതാണ് ഇവയെല്ലാം. അതവർക്ക് മുഴുവനായി പുനഃസ്ഥാപിച്ചു കിട്ടണം. പകരം വഖഫ് പക്ഷത്തിന് സാങ്കേതികമായ ഒരു റിസ്ക്കും ഉണ്ടാകാത്ത വിധത്തിലുള്ള അനുമതിയാണ് സർക്കാർ വാങ്ങിയെടുത്തത്. ഭൂസംരക്ഷണ സമരക്കാർ ഇത് മനസ്സിലാക്കാതെയാണോ ആഹ്ലാദം കളിക്കുന്നത്? മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ലെന്നും വഖഫ് ബോർഡിന്റെ അവകാശവാദം കൊള്ളമോഹത്തിന് സമാനമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചത് സർക്കാർ പ്രതീക്ഷിക്കാത്ത പ്രഹരമായിരുന്നു. വഖഫിനെ നോവിക്കാതെയും സ്വന്തം അതിക്രമം വെളിപ്പെടാതെയും സർക്കാരിന് മുൻപത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുന്ന വിധമുള്ള കഠിനമല്ലാത്ത ഉത്തരവ് മാത്രം പ്രതീക്ഷിച്ചവർക്ക് കണക്ക് കൂട്ടൽ പിഴച്ചു. അത് സംഭവിച്ചതാകട്ടെ ഒഴിവാക്കാൻ കഴിയാത്ത നിലയ്ക്ക് മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ പച്ചയായ സത്യം സർക്കാർ തന്നെ കോടതിയെ ധരിപ്പിച്ചതിന്റെ ഫലം. കോടതിയും വഖഫിന് മേൽ പറക്കില്ല എന്ന അബദ്ധ സുരക്ഷിത ബോധം സത്യം ധരിപ്പിക്കുമ്പോഴും ഉണ്ടായിരുന്നുവെന്ന് കരുതേണ്ടി വരും. ആ വിധിക്ക് ശേഷം പോലും മുഴുവൻ റവന്യൂ അവകാശങ്ങളുടെയും പുനഃസ്ഥാപനം ആവശ്യപ്പെടാതെ കരമടവ് മാത്രം ആവശ്യപ്പെട്ടതിന്റെ അർത്ഥം വ്യക്തമാണ്. ജനങ്ങളെ സഹായിക്കാൻ എന്നതിലേറെ വഖഫ് അധികൃതരെ തൃപ്തിപ്പെടുത്താനാണ് സർക്കാരിന് താല്പര്യമെന്ന്. അല്ലെങ്കിൽ വഖഫ് പക്ഷത്തിന്റെ അതൃപ്തിയെ സർക്കാർ ഭയപ്പെടുന്നു എന്ന്. കരമടവ് വസ്തുവിന്റെ ഉടമസ്ഥതയ്ക്കുള്ള അവസാന വാക്കല്ലെന്ന് സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞത് ഏറെ പണ്ടൊന്നുമല്ല. ആ നിലയ്ക്ക് കരമടവിന്റെ ആശ്വാസം ഭാഗികമാണ്. അവരെ സമരവികാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഡോസ് ആശ്വാസം എന്ന നിലയ്ക്കാണ് അത് മാത്രം ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സർക്കാർ തയ്യാറായത് എന്ന് കരുതാനാവുള്ളൂ. അതേസമയം വസ്തുവിന്റെ മേൽ അന്യായമായി അവകാശം പറയുന്ന വഖഫ് പക്ഷത്തിനെ റിസ്ക് ആകാത്ത വിധത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കി അതുവഴി അവർക്ക് പ്രീതികരമാം വിധം സ്വന്തം മുഖം അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനാണ് സർക്കാരിന്റെ രാഷ്ട്രീയ കൗശലം. സർക്കാരിന്റെ മുന്തിയ പരിഗണന ഏത് ദിശയിലെന്ന് വ്യക്തമാക്കുന്ന നീക്കം. തൽക്കാലം സർക്കാരിന് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങാം. തങ്ങൾ ജനങ്ങൾക്ക് വലിയ കാര്യം സാധിച്ചു കൊടുത്തു എന്ന തോന്നൽ ഉളവാക്കാൻ കഴിഞ്ഞല്ലോ. അതേസമയം വഖഫിന് പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ ചോദിക്കുകയോ സാധിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വഖഫ് അധികാരികളെയും തൃപ്തിപ്പെടുത്താം. ഇപ്പോഴത്തെ ആശ്വാസത്തിൽ മുനമ്പത്തെ ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നില്ല. കിട്ടിയത് വലിയ കാര്യമെന്ന് കരുതാൻ നിർബന്ധിതരാകുന്ന മുനമ്പത്തെ ജനങ്ങൾ തൽക്കാലം സർക്കാരിന് മുൻപിൽ കീറാമുട്ടിയുമായി നിൽക്കില്ല. പക്ഷേ ജോഷി മയ്യാറ്റിലച്ചന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ കപട രാഷ്ട്രീയം കലർത്താത്തവർക്കും അവസരവാദ രാഷ്ട്രീയം പയറ്റാത്തവർക്കും മതിയായ ധാരണ നൽകും. മുനമ്പത്തേത്
വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നതും റവന്യൂ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും നീതിയുക്തമായിരിക്കും എന്നീ രണ്ടു കാര്യങ്ങൾ കൊച്ചി തഹസിൽദാർ സത്യവാങ്മൂലത്തിൽ കൃത്യമായി എഴുതി. എന്നിട്ടും അതിൽ കരമടവിനുള്ള അവകാശം മാത്രം നൽകാമെന്ന് സർക്കാർ നിലപാട് എടുത്തതിലെ ഇരട്ടത്താപ്പാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ സൂചിപ്പിച്ചത്. സ്വന്തം സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ വർധനയ്ക്കായി ഒരേ മനസ്സോടെ കൈപ്പൊക്കുന്ന അതേ മട്ടിലാണ് വഖഫ് പ്രിയത്തോടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയത്തിന് വേണ്ടിയും നിയമസഭയിൽ LDF UDF അംഗങ്ങൾ വോട്ട് ചെയ്തത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി വിധിക്ക് ശേഷം പോലും മുനമ്പംകാർക്ക് വേണ്ടി അത്തരമൊരു ആവേശം രണ്ടു കൂട്ടരിലും കണ്ടില്ല. ആവേശമല്ല, ഉറപ്പുള്ള അനുഭാവം പോലും. ഇപ്പോഴും അവസ്ഥ ഇത് തന്നെ. അതുകൊണ്ട് തന്നെ വസ്തുതകൾ ഓർമ്മിക്കേണ്ടുന്ന നിർണായക സമയത്ത് മതിമറക്കുന്നത് അബദ്ധം. അത് സംഭവിച്ചു കൂടാത്തതാണ്.